എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പഴയ വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ഡൽഹി സർക്കാരിൻ്റെ പ്രസ്താവനകളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഡൽഹിയിൽ വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ ഇന്ധനം നിഷേധിക്കുന്ന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഡൽഹിയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ധനം നിഷേധിക്കപ്പെടുന്ന നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയും ഈ നടപടിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുന്ന നടപടി പരാജയപ്പെടുവാൻ പല കാരണങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് പെട്രോൾ പമ്പുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളും ഇത് നിരീക്ഷിക്കുന്നതിനായിട്ടുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് പ്രധാന വിലയിരുത്തൽ. പമ്പുകളിലെ പല ക്യാമറകളും ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് റീഡ് ചെയ്യുന്നില്ലെന്നും ചിലയിടത്തെ ക്യാമറകളും സെൻസറുകളും പ്രവർത്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നും പരാതികൾ ഉയർന്നിരുന്നു. ഇതിനു പുറമെ പെട്രോൾ പമ്പുകളിലെ ജീവനക്കാർക്ക് ക്യാമറയും മറ്റും പരിശോധിക്കുന്നതിനും കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനും ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകിയിട്ടില്ലെന്നും പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പഴയ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുതെന്നും പഴയ വാഹനങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നും സംബന്ധിച്ചുള്ള പല പമ്പുകളിലെയും ജീവനക്കാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഏതാനും ദിവസങ്ങൾ മുമ്പാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് ജീവനക്കാരിൽ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പ്രധാനമായിട്ടും കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുന്നത് ഡൽഹിയിൽ മാത്രമാണ്. മറ്റ് നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ വരുന്ന ഗുരുഗ്രാം, നോയിഡ തുടങ്ങിയ നഗരങ്ങളിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ വാഹനങ്ങൾ ഈ മേഖലയിൽ പോയി ഇന്ധനം നിറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാമാണ് ഡൽഹിയിലെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ധനം നിഷേധിക്കുവാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നടപ്പിലാക്കിയത് എങ്കിലും നടപടികൾ കർശനമായിരുന്നു. ജൂലൈ 1-ാം തീയതി മാത്രം ഡൽഹിയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നായിട്ട് 80 കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളാണ് അധികൃതർ പിടിച്ചെടുത്തത്. ഇത്തരത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകൾക്ക് താക്കീത് നൽകുകയോ വീണ്ടും ഒരു അവസരം നൽകുകയോ ചെയ്യാതെ തന്നെ വാഹനം കണ്ടുകെട്ടുകയും ഭീമമായിട്ടുള്ള പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ജൂലൈ 1 മുതൽ സർക്കാർ ഡൽഹിയിലെ കാലാവധി കഴിഞ്ഞ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ ആഡംബര ഡീസൽ വാഹനങ്ങൾക്ക് പോലും 10 വർഷമാകുമ്പോൾ ഉപേക്ഷിക്കുകയോ അതിനു മുമ്പ് തന്നെ നിസ്സാര വിലയ്ക്ക് വിൽക്കേണ്ടി വരികയോ ചെയ്യുന്നതിനെതിരെ ജനരോക്ഷം ശക്തമായതിനാലാണ് സർക്കാരിനെ മാറ്റി ചിന്തിപ്പിച്ചത്. കാലാവധി കഴിഞ്ഞ വാഹനങ്ങളെ പിടികൂടുവാൻ പെട്രോൾ പമ്പുകളിൽ 7 ക്യാമറ നിരീക്ഷണമടക്കം നൂതന സംവിധാനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.